മന്ത്രിസ്ഥാനം പ്രഖ്യാപിച്ചതിന് ശേഷം അനുഭവിക്കുന്ന ഒരു ടെൻഷൻ കൂടി ഉണ്ടാവുമല്ലോ. കാരണം ഈ പറയുന്നത് പോലെ താങ്കളേക്കാൾ വലിയ പദവിയിലിരുന്ന ആളുകളുടെ മുകളിലേക്ക് താങ്കൾ അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയുടെ കാര്യത്തിലും അയ്യോ ഇപ്പോൾ ജലീഷ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നയാളാണ്, എൻ്റെ താഴെയാണ് എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ആരുടെയും തലയ്ക്ക് മുകളിലാണ് എന്ന ചിന്തയിൽ നമ്മൾ പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പിന്നെ MLA-മാരിൽ നിന്ന് കുറച്ച് ആളുകൾ വ്യത്യസ്തമായ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്തം ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളിതായതുകൊണ്ട് ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചിരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഭാഷയിൽ മാറ്റം വരണമെന്നോ ശൈലിയിലും രീതിയിലൊക്കെ മാറ്റം വരണമെന്നില്ലല്ലോ. നമ്മളായിട്ട് തന്നെ നിന്ന് ഏൽപ്പിക്കുന്ന കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് വേണ്ടിയും വരും. അതുകൊണ്ട് കാരണം അത് വേണ്ടത് എൻ്റെ സഹപ്രവർത്തകരോടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോടൊപ്പം തന്നെ എന്നെക്കാൾ സീനിയറായിട്ട് ജയിച്ചു വന്ന MLA-മാരോട് സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു സമീപനത്തിൻ്റെ ആവശ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ പക്ഷേ ഒരു വകുപ്പ് ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ വകുപ്പിലെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ എവിടെയാണ് നമ്മൾ കർശനമായി പറയേണ്ടത് നോ പറയേണ്ടടുത്ത് നോ പറയണം, കർശനമായി പറയേണ്ടടുത്ത് കർശനമായി പറയുക തന്നെ വേണം. അതിൽ ഒരു മടിയുണ്ടാകേണ്ട കാര്യമില്ല. എനിക്ക് ഞാനങ്ങനെ വലിയ ഒച്ചയിൽ നോ പറയാറില്ല, ചെറിയ ശബ്ദത്തിൽ ഞാൻ നോ പറയാറുള്ളൂ. പക്ഷെ പറയുന്നതിൽ ഞാൻ മാറ്റം വരുത്താറുമില്ല. താങ്കൾ എപ്പോഴും ലോ പ്രൊഫൈലായിരുന്നു, ഇപ്പോൾ പക്ഷേ ഹൈ പ്രൊഫൈലിലേക്ക് വരികയാണ്. പക്ഷെ അപ്പോഴും താങ്കൾ ആഗ്രഹിക്കുന്നത് ഈ ലോ പ്രൊഫൈൽ തന്നെയാണ് അല്ലേ? അല്ല, അധികം വല്ലാതെ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു പദവി വരുമ്പോഴേക്കും വല്ലാതെ ആഘോഷിച്ച് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ശാശ്വതമായൊരു പദവിയൊന്നുമല്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ സംഘടനാ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ തന്നെ. സ്ഥാനങ്ങളിലേക്ക് പലപ്പോഴും പരിഗണിക്കപ്പെടാം, ചിലപ്പോൾ പരിഗണിക്കപ്പെടാതിരിക്കുക. ഈ താങ്കളുടെ കാര്യത്തിൽ എല്ലാം പല അപ്രതീക്ഷിതമുണ്ട്. ഇപ്പോൾ 8308 താങ്കളുടെ ഭൂരിപക്ഷം. അതുതന്നെയാണ് താങ്കളുടെ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അല്ലേ? അല്ല, അതിപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ വിളിച്ചു ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ. കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച സംഭവമല്ല. അത് ഭയങ്കര ട്വിസ്റ്റായിരുന്നു. കാരണം 8308 വോട്ടാണ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ഭൂരിപക്ഷമായിട്ട് കിട്ടിയത്. ആ ഭൂരിപക്ഷത്തിൻ്റെ നമ്പറുള്ള ഒരു വാഹനമാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വേദിയിൽ നിന്ന് ഇറങ്ങി രാജ്ഭവനിലേക്ക് പോകുമ്പോൾ നമ്മളെ കയറ്റാൻ വരുന്ന കാർ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണേ ഇല്ല. ആ കാറിൽ കയറി ഞാൻ പോകുന്നു, തിരിച്ചു വന്നു. അപ്പോൾ എന്നോട് വൈഫാണ് പറഞ്ഞത് ഇങ്ങനെ അതിലൊരു സംഗതി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു നമ്പർ സെയിം ആണെന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാത്രിയാണ് ഞാനത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ നടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള സഹപ്രവർത്തകർ ഒരുപാട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞത് നമ്മുടെ ലീഡും നമ്പർ 1 തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ നമ്പർ 10 കാണുന്നുള്ളൂ, അതിൻ്റെ താഴെയുള്ള നമ്പർ ഞാൻ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഒരാളിങ്ങനെ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭയിലെ ബേബി, അതിൻ്റെ നമ്പറിലും ഒരു ബി ഉണ്ട്, ലീഡും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളൊക്കെ അറിയാം. രസകരമായ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ വണ്ടി താൽക്കാലികമായിട്ട് അസൈൻ ചെയ്ത് വന്നതാണ്. ഞാൻ ഈ സെയിം നമ്പർ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് തുടർന്നുകൊണ്ട് എനിക്ക് താല്പര്യം. താങ്കളുടെ സഹപ്രവർത്തകർ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മണ്ഡലത്തിലെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്കൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് താങ്കൾക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായതെന്ന്. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു, സീറ്റ് കിട്ടുന്നു, MLA ആകുന്നു, മന്ത്രിയാകുന്നു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഈ പറയുന്ന പോലെ ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഈ പറയുന്ന ഇങ്ങനെ വരിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് വന്ന സംഘടനാ പ്രവർത്തനവും മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞാനൊരാൾക്ക് കിട്ടിയ അംഗീകാരമല്ല. ഇത് ഒരു തലമുറയിലെ പുതിയ ജനറേഷനിലെ ഒരു വലിയ നിരക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഭാഗ്യമെന്ന് പറയാം. പക്ഷേ താങ്കൾ അനുഭവിച്ച ഒരു ടെൻഷൻ അല്ലേ, ഇത്രയും സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അനുഭവിച്ച ക്ലേശങ്ങൾ ഇതെല്ലാം ഉണ്ട്. താങ്കൾ മൻമോഹൻ ബംഗ്ലാവാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൻമോഹൻ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും ആളുകൾക്ക് താല്പര്യമില്ലാത്തതായി മാറിയിട്ടുണ്ട്. കാരണം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ രീതിയിലാണ്. താങ്കൾ അത് അലട്ടിയിരുന്നില്ല? ഇല്ല, ഞാനതിൽ ഇങ്ങനെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് റിക്വസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പല വീടുകളും ഓപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് ഉണ്ടായിരുന്നൊരു 3-4 വീടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ആകർഷണം തോന്നി. ഞാൻ മൻമോഹൻ ബംഗ്ലാവ് നേരത്തെ കണ്ടിട്ടില്ല, എനിക്ക് അതിൻ്റെ വലിപ്പത്തെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനതിൽ നോക്കിയപ്പോൾ ഉഷസ് ഉണ്ട്, മൻമോഹൻ ബംഗ്ലാവ് ഉണ്ട്, തൈക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതുകൂടി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ഉള്ളൂ. അപ്പോൾ ഞാൻ മൻമോഹൻ ബംഗ്ലാവും ഓറിട്ടിട്ട് ഉഷസും 2 എഴുതി കൊടുത്തു. മൻമോഹൻ ബംഗ്ലാവ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ, കാരണം ഞാൻ മാളയിൽ നിന്നാണ് വരുന്നത്. ലീഡർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ മാളയിലെ ആളുകളെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു അടുപ്പമുള്ള സ്ഥലം കൂടിയാണ്, വൈകാരിക അടുപ്പമുള്ള സ്ഥലമാണ് എന്ന് എൻ്റെ സഹപ്രവർത്തകർക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മൻമോഹൻ ബംഗ്ലാവ് തന്നെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് തന്നെ അലോട്ട് ചെയ്തു. പിന്നെ അത് വരുന്ന സമയത്ത് ആ റിക്വസ്റ്റ് വയ്ക്കുന്ന സമയത്ത് തന്നെ പലരും പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരു രാശിയുടെ പ്രശ്നമുണ്ട്, ഒരു കോൺസ്പിറസി തിയറി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പലരും. ആരും വാഴില്ല എന്നല്ലേ? ആരും വാഴില്ല. അപ്പം താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു പദവിയുടെ സ്ഥിരത എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ പ്രവൃത്തിയുടെ അനുസരിച്ചിട്ടാണ്. കുറേ കൂടിയൊക്കെ ജനങ്ങളിൽ വിശ്വസിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം വിശ്വസിക്കാനും
പിന്നെ സ്വയം തെറ്റ് ചെയ്യുന്നില്ല എന്ന് അവനവന് ബോധ്യത്തോടെ മുന്നോട്ട് പോകുക. ദൈവവിശ്വാസിയാണ് അല്ലേ? ഞാൻ ദൈവവിശ്വാസിയാണ്. എന്നാൽ പക്ഷേ എന്ന് കരുതിയിട്ട് അതിനൊരു പിന്നെ ഒരു പരിധിയില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ വല്ലാതെ പോകുന്ന സമീപനം എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ അതല്ല എനിക്ക് തോന്നുന്നു, അതല്ല നമ്മളെ പ്രവർത്തനത്തെയോ മറ്റു കാര്യങ്ങളേക്കൊന്നും പിന്നെ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ പിന്നെ ഞാനവിടെ അതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ വളരെ വലിയൊരു കെട്ടിടമാണ്. അതിനാകെ തോന്നിയൊരു പോരായ്മ അവിടെ പിന്നെ വല്ലാതെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് മെയിൻ്റനൻസ് ഒക്കെ വലിയ രീതിയിൽ പ്രയാസപ്പെടുമെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ. അതിനപ്പുറത്തേക്ക് വേറൊരു പ്രയാസം എനിക്ക് ആ കെട്ടിടത്തെ സംബന്ധിച്ച് തോന്നിയില്ല. പിന്നെ ഒരുപാട് കോൺസ്പിറസി തിയറികളും പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യം, പിന്നെ യൂട്യൂബിൽ ഒരു ലിങ്ക് അയച്ചു തന്നത്, ഞാൻ മന്ത്രി ആയതിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ആരോ ആണ് എനിക്ക് മൻമോഹൻ ബംഗ്ലാവ് എന്നെ അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കത് തന്നിട്ടുള്ളത്, ആരോ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അധികം വൈകാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിയിട്ട് ഇയാൾ അവിടെ നിന്ന് തിരിച്ചു പോയിക്കോളും എന്നതിൻ്റെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ശരി, എന്തായാലും എല്ലാ ആശംസകളും. നന്ദി. താങ്ക് യു. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.